ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നും നമ്മൾ തുടങ്ങുന്നത് രാവിലെ 6 മണി മുതലുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇത് വന്നിട്ട് ഒറീസയിലുള്ളതാണ് കേട്ടോ ഈ ഒരു സ്റ്റാഫ്. പക്ഷേ മലയാളം അങ്ങോട്ട് പറഞ്ഞാലും മനസ്സിലാവും, ഇങ്ങോട്ടും കുറച്ചൊക്കെ മലയാളം പറയും കേട്ടോ. അപ്പോൾ ഞങ്ങൾ നല്ല കൂട്ടായിട്ടുണ്ടായിരുന്നു. ഇനി മുതൽ വോയിസ് ഓവർ എടുക്കുമ്പോൾ ചിലപ്പം മോളുടെ സൗണ്ട് കേൾക്കും, അല്ലെങ്കിൽ പല സൗണ്ടുകളും കേൾക്കും. അതൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാനുള്ള ഒരു ക്ഷമയും ഇല്ല കേട്ടോ ഇപ്പോൾ. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ക്ഷമിക്കണം. പിന്നെ നമ്മൾക്ക് അന്ന് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കിട്ടിയിരുന്നത് ഇടിയപ്പം, അതുപോലെ തന്നെ ഗ്രീൻ പീസും കിഴങ്ങ് കറിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്നാലാണ് പിന്നെ ഇത് കഴിക്കുക. ആദ്യം മുട്ടയും പാലും ഇതൊക്കെ കഴിച്ചിട്ട് കുളിക്കാനായിട്ട് പോകും. അത് കഴിഞ്ഞ് ഇത് 8 മണിക്ക് വരെ ഇവിടെ കൊണ്ടുവന്ന് വെക്കും കേട്ടോ. പിന്നെ നമ്മളെ കൂടെ ഉള്ളവർക്ക് കഴിക്കാം. പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് 11 മണിയാകുമ്പോഴേക്കും ഇവിടെ നമ്മൾ ജീരകക്കഞ്ഞി എത്തിയിട്ടുണ്ടാവും. അപ്പോൾ ഇതിനൊക്കെ ഞാൻ കുറച്ച് കഴിക്കുള്ളൂ കേട്ടോ. ഇത് മറ്റേ മരുന്ന് കഞ്ഞിയൊന്നുമല്ല, വെറും നമ്മൾ നോമ്പിനുണ്ടാക്കുന്ന ജീരകക്കഞ്ഞിയാണ് കേട്ടോ. പിന്നെ ഇതാ നമ്മൾ അടുത്ത ലേഹ്യം എത്തിയിട്ടുണ്ട്, ഉള്ളി ലേഹ്യമാണ്. ഇത് വന്നിട്ട് ഇതിൻ്റെ അളവ് ഇതിൽ എഴുതിയിരിക്കുന്നത് കാണാനായിട്ട് നിങ്ങൾക്ക് പറ്റും. 2 ടീസ്പൂണ് വീതം 2 നേരമാണ് കേട്ടോ കഴിക്കേണ്ടത്. അപ്പോൾ നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കിയാൽ നമ്മൾ എത്ര പോലും ഇത് കഴിക്കുന്നുണ്ടാവും എന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ പറയാതെ തന്നെ ഊഹിക്കാൻ പറ്റുമല്ലോ അല്ലേ. അപ്പോൾ ഇതിൻ്റെ അളവ് ഇത്രയേ ഉള്ളൂ. ഇത് വെച്ചിട്ടാണ് നമ്മൾ കഴിക്കേണ്ടത്. അപ്പോൾ ഈ ഒരു മരുന്ന് കഴിഞ്ഞാലായിരിക്കും അടുത്തത് തരിക കേട്ടോ. അപ്പോൾ അതുവരെ നമ്മളിത് കഴിച്ചുകൊണ്ടിരിക്കണം. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ സംഭവം. അപ്പോൾ നിങ്ങളൊക്കെ കഷായം അതുപോലെ ഇതുപോലത്തെ ലേഹ്യമൊക്കെ കഴിച്ചിട്ടുണ്ടോ എന്നുള്ളത് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ചില ആളുകൾക്ക് ഇതൊന്നും ഇഷ്ടമാവില്ല. എനിക്ക് ഉള്ളിലേക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. അതുപോലെ തെങ്ങിൻ പൂക്കളുടെ ആ മരുന്നൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ കഷായം ഇതൊക്കെ കുടിക്കാൻ കുറച്ച് മടിയായിരുന്നു, കുറച്ച് ബാക്കിൽ തന്നെ ആയിരുന്നു കേട്ടോ. അതുപോലെ ഞാൻ ദശമുലാരി ഇഷ്ടവും ഞാൻ കുഴപ്പമില്ലാതെ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്കിവിടെ എപ്പോഴും ആയുർവേദ ഡോക്ടറുണ്ട്, അവർ വന്നിട്ട് നമ്മൾ ചെക്ക് ചെയ്യാറുണ്ട് കേട്ടോ. പിന്നെ നമ്മൾക്ക് ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് വെള്ളിയാഴ്ച ദിവസമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അന്ന് നമ്മൾക്ക് നെയ്ച്ചോറും ബീഫും ആണ് ഉണ്ടാവുക, കൂടെ സാലഡും ഉണ്ടാവും, അച്ചാറും ഉണ്ടാവും. അപ്പോൾ ഇതേ ദിവസം രാത്രി ചപ്പാത്തിയാണ് കേട്ടോ ഉണ്ടാവുക. അപ്പോൾ ഇതാണ് ഇന്നത്തെ കുഞ്ഞു വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. കൂടെ കാണുന്ന ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ടാവും, അതിൽ ഓൾ എന്ന ഓപ്ഷനിൽ വേണം കേട്ടോ ക്ലിക്ക് ചെയ്യാൻ. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയുമായി കാണുന്നത് വരേക്കും ബൈ ബൈ.